Hello, Assalamu alaikum. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു റോസ് ഫ്ലവർ പോലെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഐറ്റമാണ്. ഒരു സ്നാക്ക് ആയിട്ടും അതേപോലെ തന്നെ ഒരു ഫുഡ് ആയിട്ടൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് മോമോസിനെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റോസ് ഫ്ലവർ ആക്കി മാറ്റണമെന്നാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ മോമോസിൻ്റെ ഇതിലുണ്ടാക്കിയ ഒരു ഫില്ലിങ്ങും ഞാനൊരു അറബിക് സ്റ്റൈലിലുള്ള ഒരു ഫില്ലിങ്ങാണ് ഞാൻ ഇന്ന് വെച്ചത്. ഇവിടുത്തെ ഒരു അറബിക് സ്റ്റൈലിലുള്ള ഫില്ലിങ്. അപ്പോൾ ആ ഒരു ഫില്ലിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫില്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഫ്ലവറിൽ ആക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ മോമോസ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഭയങ്കര ട്രെൻഡാണ്. എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് മോമോസ് എന്ന് പറയുന്നത്. ഈ ഒരു ഐറ്റം ചൈനക്കാരുടെ അല്ലെങ്കിൽ കൊറിയക്കാരുടെ ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ഇത് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ഇതിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു മോമോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കളറൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഈ പ്ലെയിൻ കളറിലാണ് കാണിക്കുന്നത്. ഇതിലിപ്പം വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ കാണാനൊക്കെ ഒരു ഭംഗിയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ മോമോസിൻ്റെ മാവ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് മൈദക്കുള്ള അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര അനുസരിച്ച് പൊടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരിയ ഉപ്പ് മതി, അധികമായി പോകണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് പൊടിക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സ്പൂണ് 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല ഹാർഡായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ലൂസായി പോകാൻ പാടില്ല. നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു ടൈറ്റായിട്ടാണ് ഇത് കുഴച്ചെടുത്തത്. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. അപ്പോൾ നല്ലൊരു ഹാർഡായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ വെക്കണം. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അതവിടെ മൂടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഫില്ലിംഗാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സൈസുള്ള 3 വെല്ലുള്ളിയാണ് എടുത്തത്. 3 ഉള്ളിയും അതേപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് ഒരു ചോപ്പറിൽ ഇട്ടിട്ട് ചെറിയതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് അരിഞ്ഞെടുത്താലും മതി. നമ്മൾ കൊത്തി അരിയാന്നൊക്കെ പറയില്ല, അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ചോപ്പറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ ഇത് കൊത്തി അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഫില്ലിങ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് തന്നെ എടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചോപ്പറിൽ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്രസ്റ്റ് പീസ് മാത്രം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ഇതിന് നിങ്ങൾ ബ്രസ്റ്റ് പീസ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ബ്രസ്റ്റ് പീസ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് 2 ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലല്ല ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 2 എണ്ണമാണ് എടുത്തത്. അപ്പോൾ 2 ബ്രസ്റ്റ് പീസ് ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ആ സെയിം ഇതിൽ തന്നെ ചോപ്പറിൽ തന്നെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഈ ചിക്കന് അരക്കാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് പ്രോസസ്സർ തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ചോപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നല്ല മഷി പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. തീരെ വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ ആ നേരത്തെ കാണിച്ച ആ ചിക്കൻ മുഴുവനായിട്ട് ഇങ്ങനെ അരച്ചെടുത്തതാണ്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 സ്പൂണൊക്കെ മതി ഒലിവ് ഓയിൽ. എണ്ണ കൂടി പോകാൻ പാടില്ല. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഉപ്പ് മതി കേട്ടോ. ഇനി വേറെ എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഉപ്പ് തന്നെ മതിയാവും. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നല്ല ബ്രൗൺ കളർ ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പാകം മതി. കപ്പം കണ്ടില്ല, എണ്ണയൊക്കെ ഒന്ന് എല്ലാം നല്ല വറ്റി. ഇപ്പോൾ ഈ ഒരു ഉള്ളി കണ്ടോ, നല്ലൊരു ചെറിയ ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടിയത്. കണ്ടോ, ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഇറച്ചി ഉണ്ടല്ലോ, നമ്മളെ ചിക്കന്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ആ ഒരു ഉള്ളിൻ്റെ മിക്സും അതേപോലെ തന്നെ ഈ ഒരു ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ആകണ വരെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കട്ടോ. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാൻ മറന്നു വരുത്. തീ ഓഫ് ചെയ്തിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ നമുക്ക് വെന്ത് പോകാൻ പാടില്ല. പച്ച ചിക്കനായിട്ട് തന്നെയാണ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ തീ ഓഫ് ചെയ്തതിന് ശേഷം കണ്ടില്ല. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ റോ ചിക്കൻ തന്നെയാണ്, വെന്തിട്ടില്ല. ഇങ്ങനത്തെ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഓയിസ്റ്റർഷെയർ സോസാണ്. ഈ ഒരു സോസ് ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റീക്കിനൊക്കെ ഉപയോഗിക്കുന്ന സോസാണ്. അതൊരു 2 ടീസ്പൂൺ ഒന്ന് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പൊടികളായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കുമിൻ പൗഡർ.
ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് പാസ്ലി ഇല ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു അര കപ്പ് ഉണ്ട് കേട്ടത്. അപ്പോൾ ഈ ഒരു പാസ്ലി ഇലയും കൂടെ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാസ്ലി ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മല്ലിയില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ ശരിക്കും നമ്മളൊരു അറബിക് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഈ ഒരു ഇല തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂടില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതോടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ മോമോസിൻ്റെ പൊടി നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. കൂടുതൽ സോഫ്റ്റ് ഒന്നും ആവില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഹാർഡായിട്ട് കുഴച്ചെടുത്തതാണിത്. അപ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് 4 ഉരുളകളാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു 3 കപ്പ് പൊടിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 4 ഉരുള ഉണ്ടാവും. അപ്പോൾ 4 ഈക്വൽ സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നായിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ സമോസക്ക് അതുപോലെ തന്നെ കോഴിയടക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കുക. മടങ്ങി പോവാണ്ട് പരത്തിയെടുക്കണം. ഇത് മടക്ക് വരാൻ പാടില്ല. മടക്ക് വന്നാൽ ഇത് പിന്നെ ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇത് വിട്ടുപോകും. ഇപ്പോൾ അതാ ഞാൻ ഈ ഒരു നൈസായിട്ടാണ്, ഇത്രയും തടിയിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തത്. ഈ ഒരു എന്നെ കൊണ്ടാകുന്ന പോലെ മാക്സിമം ഞാൻ നൈസാക്കി പരത്തിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തി വെക്കുക. ഇനിയിപ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 ഷേപ്പിലുള്ള ഒരു 3 റൗണ്ടിൻ്റെ അളവിലുള്ള 3 മൂടിയാണ് ഞാൻ എടുത്തത്. നിങ്ങളടുത്ത് കട്ടറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ 3 സൈസിലുള്ള മൂടികൾ, കുപ്പിൻ്റെ മൂടികളാണ്. ഒന്ന് വലുത്, ഒന്ന് അതിൻ്റെ ചെറുത്, ഒന്ന് അതിനെക്കാട്ടും ചെറുത്. ഈ ഒരു രീതിയിലുള്ള അളവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 മൂടി വെച്ചിട്ട് നമുക്കിനി ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ പൂരിയൊക്കെ മുറിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ, 3 സൈസിലുള്ള. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈസിൽ വന്നാലാണ് നമുക്കിത് റോസ് ഫ്ലവർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് ഇങ്ങനെ ഡിഫറൻറ്റ് അളവിലുള്ള ഇങ്ങനത്തെ പൂരിയാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ, ഏറ്റവും വലുതൊന്ന്, അതേപോലെ തന്നെ അതിൻ്റെ ചെറുത്, തൊട്ടടുത്ത ചെറുത്, അതിൻ്റെയും തൊട്ടടുത്ത ഒന്നും കൂടെ ചെറുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അളവ് വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 സൈസിലുള്ള പൂരികളാക്കിയിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 3 കപ്പിൻ്റെ പൊടിനെ കൊണ്ട് ഞാനിപ്പോൾ മൊത്തം ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് റോസ് പെറ്റൽസ് ആക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഒന്നിൻ്റെ സെൻറ്ററിൽ ആ കർവ് വരുന്നത് അതിൻ്റെ സെൻറ്ററിലായിരിക്കണം, അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തതും വരുന്ന സമയത്ത് അടുത്തതിനും അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ കർവ് വരുന്ന രീതിയിൽ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 മേലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് കൂടി പോകാൻ പാടില്ല, കൂടിയാൽ നമ്മളത് ഒട്ടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ചെറുതായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ട്, ഇത് വേവിക്കരുതെന്ന് പറയാൻ കാരണം അതാണ്. അധികം വെന്ത് പോയാൽ പിന്നെ നമുക്ക് ഫില്ലിങ്ങിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ചിക്കൻ വേവിക്കണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡിലൊക്കെ നല്ലോണം ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. ഇനി ഇത് അടിഭാഗത്തുനിന്ന് മേലോട്ടേക്കാക്കിയിട്ട് ആ സെയിം ഷേപ്പിൽ തന്നെ അതിൻ്റെ മേലെ വരുന്ന രീതിയിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓരോ സർക്കിളും അതിൻ്റെ നേരെ അതിൻ്റെ ലെവലിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് റോൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് കണ്ട നമ്മൾ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന അറ്റത്ത് കുറച്ചും കൂടെ വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പെറ്റൽസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മലത്തി കൊടുക്കാമെന്ന് അറിയില്ല, അങ്ങനെ ഒന്ന് ചെറുതായിട്ട് പുറത്തേക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു റോസ് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ. പിന്നെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക. വലിയ ഫ്ലവേഴ്സ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. 3 ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. വെള്ളം തൊട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചതേ ഷേപ്പിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റോസ് ഫ്ലവറിൻ്റെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ ഞാൻ ഫില്ലിംഗ് എല്ലാം ഞാനിപ്പോൾ അറബിക് സ്റ്റൈലിലുള്ളൊരു ഫില്ലിംഗ് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് എടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ഒരു അളവിലുള്ള മൊത്തത്തിലുള്ള റോസ് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ട്രേ നിറച്ചും വെച്ചതാണിത്. ഇത്രയാണ് എനിക്കിവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളെ മൊത്തത്തിലുള്ള മോമോസാണിപ്പോൾ ഇത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് വേവിക്കുന്ന സമയത്ത് തന്നെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വേവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു സാധാ ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു തട്ടിറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അടിയിൽ എണ്ണ തടവാൻ മറന്നു പോകരുത്. എണ്ണ തടവിയിട്ട് അതിൻ്റെ മേലെ മോമോസ് വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിനെ മൂടിയിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മളെ മോമോസ് ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രമാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു തട്ടിറക്കി വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇഡ്ഡലിൻ്റെ തട്ടിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇഡ്ഡലിൻ്റെ തട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടോ, അപ്പോൾ മൊത്തത്തിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ 2 രീതിയിലും ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഇതും ഇതേപോലെ തന്നെ മൂടിയിട്ട് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക.
ഇപ്പോൾ അത് നമ്മളെ അടിപൊളി റോസ് ഫ്ലവർ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയില്ലേ. അപ്പോൾ ഈ ഒരു ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ അടിയിൽ നമ്മൾ എണ്ണയൊക്കെ തടവി കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളകി വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒട്ടി പിടിക്കൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മോമോസ് എന്ന് പറയുന്നത് ചൈനീസ് ഡിഷ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഭയങ്കര ട്രെൻഡാണ്. എല്ലായിടത്തും മോമോസിൻ്റെ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. നല്ല എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. എല്ലാവരും ട്രെൻഡിയാണ്. ന്യൂ ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മോമോസ് എന്ന് പറയുന്നത്. അപ്പോൾ മോമോസ് ഒരു ഡിഫറെൻറ്റ് ഷേപ്പും കൂടി ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാണ്. അതേപോലെ തന്നെ പരിപാടികൾക്കും പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ കളറൊക്കെ ചേർക്കണമെങ്കിൽ പിങ്കോ അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ റെഡൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കാണാൻ ഭംഗിയാണ്. അതേപോലെ തന്നെ നാച്ചുറലായിട്ട് കളർ വേണമെങ്കിൽ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീര് ചേർത്തിട്ട് അങ്ങനെയും കളറാക്കാം. ഇതിപ്പം ഈ ഒരു മോമോസിൻ്റെ ചട്നിയാണ്. ഇത് നമ്മൾ വറ്റൽമുളകും തക്കാളിയും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. ഇതെൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലിയാൻസ് കിച്ചൺ മോമോസ് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു റോസ് ഫ്ലവറിൻ്റെ മോമോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.